أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قالت إحداهما يا أبت استأجره إن خير من استأجرت القوي الأمين. قال إني أريد أن أنكحك إحدى بنتي هاتين على أن تأجرني 8 حجج فإن أتممت 10 فمن عندك وما أريد أن أشق عليك ستجدني إن شاء الله من الصالحين. قال ذلك بيني وبينك أيما الأجلين قضيت فلا عدوان علي والله على ما نقول وكيل. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1312 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 28-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഖസസിലെ 26 മുതൽ 28 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قالت إحداهما يا أبت استأجره إن خير من استأجرت القوي الأمين. قال إني أريد أن أنكحك إحدى ابنتي هاتين على أن تأجرني 8 حجج فإن أتممت 10 فمن عندك وما أريد أن أشق عليك ستجدني إن شاء الله من الصالحين. قال ذلك بيني وبينك أيما الأجلين قضيت فلا عدوان علي والله على ما نقول وكيل. صدق الله العلي العظيم. സൂറത്തുൽ ഖസസിലെ 26 മുതൽ 28 വരെയുള്ള ആയത്തുകളാണ് നമ്മളെ കേൾപ്പിച്ചിട്ടുള്ളത്. മൂസ അലൈഹിസ്സലാം തന്റെ പലായനഘട്ടത്തിലും മദീനയിൽ 2 യുവതികളെ കാണാനിടയാവുകയും അവർക്ക് ചില സേവനങ്ങളൊക്കെ ചെയ്തു കൊടുത്തതിന്റെ തുടർച്ചയായിട്ട് അവരുടെ പിതാവും അവർക്ക് ചെയ്തു കൊടുത്ത സേവനത്തിനായിട്ട് പ്രതിഫലം നൽകാൻ തങ്ങളുടെ അടുക്കലേക്കൊന്ന് വരണം എന്ന് പറഞ്ഞുവിടുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം അവരുടെ അടുക്കലെത്തിയ ഘട്ടത്തില് തന്റെ കഥകളൊക്കെ വിശദമായി അദ്ദേഹത്തോട് പറയുകയും അതിനെ തുടർന്ന് അദ്ദേഹം മൂസ അലൈഹിസ്സലാമിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്തു. ലാ തഖഫ് നജൗത മിനൽ ഖൗമിൽ ളാലിമീൻ. പേടിക്കേണ്ട, അക്രമികളായ ആളുകളുടെ, അധർമ്മകാരികളായ ആളുകളുടെ ആ സമൂഹത്തിൽ നിന്ന് താങ്കൾ ഇതിനകം രക്ഷപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ആ ഘട്ടത്തിൽ മൂസ അലൈഹി ഇസ്ലാമിനോട് അദ്ദേഹത്തിന് ആതിഥേയത്വം നൽകിയ ശുഐബ് അലൈഹിസ്സലാം അല്ലെങ്കിൽ ആ യുവതികളുടെ പിതാവായിരുന്ന ആള് പറയുകയുണ്ടായത്. മൂസ അലൈഹി ഇസ്ലാം ഈജിപ്തിലെ ഫിറോവിന്റെ ഭരണ നിയന്ത്രണ മേഖലയിൽ നിന്ന് പുറത്തു കടന്ന് ഫിറോവിന്റെ പോലീസും സേവകരും ഒന്നും വരാൻ സാധ്യതയില്ലാത്ത അവരുടെ
ജൂറിസ്ഡിക്ഷന് പുറത്തായിട്ടുള്ള ഒരു പ്രദേശത്ത് എത്തിയിരിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹം അവിടെ സുരക്ഷിതനാണ് എന്നാണ് മൂസ അലൈഹി ഇസ്ലാമിനോട് ആ ഘട്ടത്തിൽ ഷുഐബ് അലൈഹി ഇസ്ലാം പറയുന്നത്. രക്ഷപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് ഇനി പേടിക്കേണ്ടതില്ല എന്ന്. അപ്പൊ അതിനെ തുടർന്ന് പിന്നീടുണ്ടായ ഒരു സംഭാഷണമാണ് ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിരിക്കുന്ന ആയത്തുകളിൽ അടങ്ങിയിട്ടുള്ളത്. അതിൽ മനസ്സിലാക്കേണ്ട ഒരു പൊതുവായൊരു കാര്യം, ഈ സംഭാഷണങ്ങളൊക്കെ ഒന്നിനു പുറകെ ഒന്നായി ഉടനെ നടന്നു, ഒരേ ദിവസം ഉണ്ടായി, അല്ലെങ്കിൽ ഒരേ സന്ദർഭത്തിൽ ഉണ്ടായി എന്നൊന്നും അനുമാനിക്കുന്നത് വേണ്ടത്ര ഒരു ശ്രദ്ധയോ സൂക്ഷ്മതയോ ഉള്ള കാര്യമാവുകയില്ല. വിശുദ്ധ ഖുർആന്റെ ഒരു വിവരണ ശൈലി അനുസരിച്ച് ഈ സംഭാഷണങ്ങൾക്കിടയിലൊക്കെ ഇടവേള ഉണ്ടാകാം. വേറെ പല സംഭവവികാസങ്ങളും ഈ സംഭാഷണത്തിന് ഇടക്കായിട്ട് ഉണ്ടായെന്ന് വരാം. അതുപോലെ ഒരു നിർണായകമായ ഒരു കാലം പിന്നിടുകയും ചെയ്തിട്ടൊക്കെ ഉണ്ടാകാം. അതിനൊക്കെ സാധ്യതയുണ്ട്. അത് ഒറ്റയടിക്ക് ഒരേ സന്ദർഭത്തിൽ നടന്ന സംഭാഷണമാണ് എന്ന് ധരിച്ചുകൊണ്ട് അത് വായിക്കുമ്പോൾ ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാവും. ഇവിടെ മൂസ അലൈഹി ഇസ്ലാമിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഷുഐബ് അലൈഹി ഇസ്ലാം അദ്ദേഹം ഷുഐബ് അലൈഹി ഇസ്ലാമിന്റെ സന്നിധിയിലേക്ക് വന്ന ഘട്ടത്തിൽ സംസാരിച്ച കാര്യമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ച ആയത്തുകളിൽ അവസാനമായിട്ട് കാണുകയുണ്ടായി. അതിനെ തുടർന്ന് കാലത്ത് ഈ ഷുഐബ് അലൈഹി ഇസ്ലാമിന്റെ പുത്രിമാരിൽ ഒരാൾ മൂസ അലൈഹി ഇസ്ലാമിനെ വിളിക്കാൻ വേണ്ടി അല്പം നാണം കാണിച്ചുകൊണ്ടൊക്കെ അങ്ങോട്ട് ചെന്ന ആ യുവതി, അവര് വാപ്പായോട് പറയുകയുണ്ടായത് ഇങ്ങനെയാണ്. കാലത്ത് ഇഹ്ദാഹുമ, അവരില് ഒരാള് വാപ്പായോട് ഇങ്ങനെ പറഞ്ഞു, യാ അബതി ഇസ്തഅ്ജിർഹു, പിതാവേ വാപ്പ, നിങ്ങൾ ഇദ്ദേഹത്തെ ജോലിക്ക് നിർത്തിക്കോളൂ, ഇദ്ദേഹത്തെ ഒരു വേതനം നിശ്ചയിച്ചുകൊണ്ട് നമുക്കുള്ള സേവകനായിട്ട് നിയോഗിച്ചോളൂ. ഇന്ന ഖൈറ മൻ ഇസ്തഅ്ജർതൽ ഖവിയ്യുൽ അമീൻ. പിന്നീട് പറയുന്നത്, താങ്കൾ ജോലിക്ക് നിർത്തിയ ആള്, വേതനം നിശ്ചയിച്ചുകൊണ്ട് സേവനത്തിന് നിർത്തിയ ആള് തീർച്ചയായിട്ടും ഉത്തമനാണ്, ഉത്തമ സ്വഭാവ ഗുണങ്ങളുള്ള ഒരാളാണ്. താങ്കളുടെ ആ വിലയിരുത്തല് ശരിയാണ്. മാത്രവുമല്ല അദ്ദേഹം ഖവിയ്യും അമീനുമാണ്. അൽ ഖവിയ്യ് എന്ന് പറഞ്ഞാൽ ശക്തിയും കരുത്തൊക്കെ ഉള്ള ആള്, അമീൻ എന്ന് പറഞ്ഞാൽ വിശ്വസ്തൻ, ട്രസ്റ്റ് വർത്തിയായ ആള്. അപ്പോ താങ്കൾക്ക് പഴച്ചിട്ടില്ല എന്നാണ് ഈ യുവതി വാപ്പായോട് പറയുന്നത്. നല്ലൊരാളെയാണ് താങ്കള് ജോലിക്ക് നിർത്തിയിട്ടുള്ളത്. മാത്രവുമല്ല അദ്ദേഹം നല്ല ശക്തിയും കരുത്തൊക്കെ ഉള്ള ആളാണ്, വിശ്വസിക്കാൻ കൊള്ളുന്ന ആളുമാണ്, ട്രസ്റ്റ് വർത്തിനെസ് ഉള്ള ആളാണ്. ഈ കാര്യമാണ് ഷുഐബ് അലൈഹി ഇസ്ലാമിന്റെ പുത്രിമാരിൽ ഒരാൾ വാപ്പായോട് പറയുന്നു. അപ്പൊ ഇതിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്, നേരത്തെ വെള്ളം കോരി കൊടുത്തതിനുള്ള പ്രതിഫലം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു വരുത്തി അദ്ദേഹത്തിന്റെ കഥകളൊക്കെ കേട്ടു, അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചുകൊണ്ട് സംസാരിച്ചു. അതിനെ തുടർന്ന് കുറച്ച് നാളുകളോ ആഴ്ചകളോ മാസങ്ങളോ ഒക്കെ തന്നെ ഷുഐബ് അലൈഹി ഇസ്ലാമിന്റെ ആതിഥേയത്വത്തില് അവിടെ നിർഭയമായി മദിയനിൽ അദ്ദേഹത്തോടൊപ്പം കുറച്ചു കാലം, ഒരുപക്ഷെ ഏതാനും ദിവസങ്ങളാകാം, അല്ലെങ്കിൽ ആഴ്ചകളോ മാസങ്ങളോ ഒക്കെ ആകാം, അദ്ദേഹത്തോടൊപ്പം തങ്ങുവാൻ മൂസ അലൈഹി ഇസ്ലാമിനെ അദ്ദേഹം പ്രേരിപ്പിച്ചു. അദ്ദേഹം കുറച്ചു കാലം അവിടെ തങ്ങി എന്ന് മനസ്സിലാക്കാം. അതിനകം ആ ഘട്ടത്തില് മൂസ അലൈഹി ഇസ്ലാമിന്റെ വ്യക്തിത്വത്തെ കുറിച്ച്, അദ്ദേഹത്തിന്റെ കഴിവുകളെയും പ്രാഗൽഭ്യത്തെയും ഒക്കെ കുറിച്ച് ഒരു ധാരണ ഷുഐബ് അലൈഹി ഇസ്ലാമിനും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പുത്രിമാർക്കൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അവർ അദ്ദേഹത്തെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്.
അദ്ദേഹത്തിന്റെ യോഗ്യതകളും കഴിവുകളും പ്രത്യേകതകളും സ്വഭാവപരമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ അവർ മനസ്സിലാക്കുന്നുണ്ട്. അതിനെ തുടർന്ന് ഒരു ഘട്ടത്തിലാണ് പുത്രിമാരിൽ ഒരാള് വാപ്പായോട് ഇങ്ങനെ പറയുന്നത് എന്ന് മനസ്സിലാക്കാനാണ് കൂടുതൽ സാധ്യതയുള്ളത്. അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: ഖാലത്ത് ഇഹ്ദാഹുമ്മ, ഈ രണ്ട് പുത്രിമാരിൽ ഒരാൾ പറഞ്ഞു, യാ അബത്തി, വാപ്പ, ഇസ്തഅ്ജിറുഹു, നിങ്ങൾ അദ്ദേഹത്തെ നമ്മുടെ സേവകനായിട്ട് വേതനം നിശ്ചയിച്ചുകൊണ്ട് നിയമിക്കണം. ഇതാണ് ഇസ്തഅ്ജിറുഹു എന്ന് പറയുന്നതിന്റെ അർത്ഥം. അജറിന് വേണ്ടി നമ്മളോടൊപ്പം ജോലി ചെയ്യാൻ, നമ്മളുടെ സേവകനായി നിലകൊള്ളാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടണം എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് പറയണമെങ്കിൽ ഈ ആളെ കുറിച്ചൊരു ധാരണ ഉണ്ടാവണമല്ലോ. അവർക്ക് ആവശ്യമുള്ള സേവനങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ഇയാള്. ഇയാളെ ആശ്രയിക്കാൻ പറ്റും, കൊള്ളാവുന്ന ഒരാളാണ്. അതുപോലെ വൃദ്ധനായ ഒരു വാപ്പയും രണ്ട് പെൺമക്കളും മാത്രം താമസിക്കുന്ന ഒരിടത്ത് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കൂലാത്ത വിധത്തില് അയാളെ അവിടെ പൊറപ്പിക്കാൻ കഴിയും എന്നതൊക്കെ അവര് അദ്ദേഹത്തിന്റെ സ്വഭാവം അതുപോലെ നിലപാടുകളൊക്കെ വിലയിരുത്തിക്കൊണ്ട് മനസ്സിലാക്കി കാണും. അങ്ങനെ അദ്ദേഹത്തിന്റെ കഴിവുകളെ കുറിച്ചും അദ്ദേഹത്തിന്റെ സ്വഭാവ മര്യാദകളെ കുറിച്ചൊക്കെ ഒരു ധാരണ ആയ ഘട്ടത്തിലാണ് ഷുഐബ് അലൈഹി ഇസ്ലാമിന്റെ പുത്രിമാരിൽ ഒരാള് വാപ്പായോട് ഇങ്ങനെ പറയുന്നത്: യാ അബത്തി ഇസ്തഅ്ജിറുഹു, വാപ്പ നിങ്ങൾ അദ്ദേഹത്തെ വേതനം നിശ്ചയിച്ചുകൊണ്ട് നമ്മുടെ സേവനത്തിന് നിർത്തണം. ഇന്ന ഖൈറ മൻ ഇസ്തഅ്ജർതൽ ഖവിയ്യുൽ അമീൻ. ഒരുപക്ഷെ ഈ വാചകം തൊട്ടുടനെ പറഞ്ഞതാവണമെന്നില്ല. പിന്നീട് അവരുടെ സേവനത്തിൽ മൂസ അലൈഹി ഇസ്ലാം കുറച്ചു കാലം തങ്ങിയ ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പെർഫോമൻസിനെ കുറിച്ച് വിലയിരുത്തിക്കൊണ്ട് പറഞ്ഞതാവാനും ഇടയുണ്ട്. ഇന്ന ഖൈറ മൻ ഇസ്തഅ്ജർത, നിശ്ചയമായിട്ടും താങ്കള് അജർ നിശ്ചയിച്ച് നമ്മുടെ സേവനത്തിനായിട്ട് വെച്ചിട്ടുള്ള ആള്, അദ്ദേഹം ഉത്തമനായ ഒരാളാണ്, ഉത്തമ സ്വഭാവ ഗുണങ്ങളുള്ള ആളാണ്. അദ്ദേഹം അൽ ഖവിയ്യുൽ അമീനുമാണ്, കരുത്തുള്ളവനാണ്. അതേപോലെ തന്നെ അമീനാണ്, വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആളാണ്, ട്രസ്റ്റ് വർത്തിനെസ് ഉള്ള ആളാണ്. ഈ കാര്യങ്ങളാണ് ഷുഐബ് അലൈഹി ഇസ്ലാമിന്റെ പുത്രി മൂസ അലൈഹി ഇസ്ലാമിനെ കുറിച്ച് വാപ്പായോട് പറയുന്നത്. അപ്പൊ ഇത് നല്ലൊരു സ്വഭാവ സർട്ടിഫിക്കറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹത്തെ ദീർഘകാലം കൂടെ ജോലിക്ക് നിർത്താവുന്നതാണ്. അദ്ദേഹം അതിനുള്ള യോഗ്യതയുള്ള നല്ലൊരു മനുഷ്യനാണ്. സ്വഭാവ ദൂഷ്യങ്ങളൊന്നും അദ്ദേഹത്തിൽ പ്രകടമായിട്ടില്ല. അതുകൊണ്ട് എന്തുകൊണ്ടും നമ്മുടെ കൂടെ താമസിപ്പിക്കാൻ പറ്റിയ ഒരാളാണ് എന്ന നിലക്ക് ഷുഐബ് അലൈഹി ഇസ്ലാമിന്റെ മകൾ അദ്ദേഹത്തെ വിലയിരുത്തിക്കൊണ്ട് അഭിപ്രായം പറയുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അതിനെ തുടർന്ന് ഷുഐബ് അലൈഹി ഇസ്ലാം മൂസ അലൈഹി ഇസ്ലാമിനോട് ചില കാര്യങ്ങൾ പറയുക. അതും തൊട്ടുടനെ ഉണ്ടായി, തൊട്ടു മുമ്പുണ്ടായ സംഭാഷണത്തിന്റെ തുടർച്ചയായിട്ട് അന്നേ ദിവസം ആ സന്ദർഭത്തിൽ തന്നെ അവിടെ വെച്ച് തന്നെ ഉണ്ടായി എന്നൊന്നും സങ്കല്പിക്കുന്നത് അത്ര സംഗതമായിട്ട് തോന്നുന്നില്ല. മറിച്ച് ഒരു താരതമ്യേന ദീർഘമായ ഒരു കാലയളവിനുള്ളിൽ പല ഘട്ടങ്ങളിലായി ഉണ്ടായ സംഭാഷണം ഖുർആൻ ഇവിടെ ചേർത്ത് പറയുകയാണ് എന്ന് മനസ്സിലാക്കുന്നതാണ് കൂടുതൽ ഉചിതമായിട്ട് തോന്നുന്നത്. ഒരു വാപ്പായും വിശേഷിച്ച് ഒരു പ്രവാചകന്റെ പദവിയിൽ ഇരിക്കുന്ന ഒരാളൊന്നും ഒരിക്കലും അങ്ങനെ ഒരൊറ്റയടിക്ക് കാര്യങ്ങളെ വേണ്ട വിധത്തിൽ വിലയിരുത്താതെ ഒരു തീരുമാനത്തിൽ വരികയില്ല. അപ്പോ സ്വാഭാവികമായിട്ടും വിശുദ്ധ ഖുർആന്റെ വിവരണ ശൈലിയുടെ ഒരു പ്രത്യേകതയായിട്ട് മറ്റു പല കഥകളിലും എന്ന പോലെ തന്നെ ഇവിടെയും അത് മനസ്സിലാക്കിക്കൊണ്ട് പല ഘട്ടങ്ങളിലായിട്ട് ഒരു ഡ്യൂറേഷനിൽ നടന്ന ഒരു കാര്യമായിട്ടാണ് ഇത് മനസ്സിലാക്കുന്നത് ഉചിതമായിട്ടുള്ളത്. ആ ഘട്ടത്തില് ഷുഐബ് അലൈഹി ഇസ്ലാം പറഞ്ഞത് ഇങ്ങനെയാണ്. മൂസ അലൈഹി ഇസ്ലാമിനോടാണ് പറയുന്നത്: ഇന്നി ഉരീദു അൻ ഉൻകിഹക ഇഹ്ദ ബിനതയ്യ ഹാത്തൈൻ. എന്റെ ഈ രണ്ട് പെൺമക്കളിൽ ഒരുവളെ
താങ്കൾക്ക് നിക്കാഹ് ചെയ്തു തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. ഇതാണ് ഷുഐബ് അലൈഹിസ്സലാം മൂസ അലൈഹിസ്സലാമിനോട് പറയുന്നത്. എന്റെ ഈ 2 പെൺമക്കളിൽ ഒരാളെ താങ്കൾക്ക് നിക്കാഹ് ചെയ്തു തരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. താങ്കൾക്ക് വിവാഹം ചെയ്തു തരാൻ ആഗ്രഹിക്കുന്നു. അലാ അൻ തഅ്ജുറനി സമാനിയ ഹിജജ്, 8 വർഷത്തെ സേവനം താങ്കൾ എനിക്ക് തരും എന്ന നിബന്ധനയിലാണ്. 8 വർഷക്കാലം എന്റെ കൂടെ, എന്റെ മകളെ കല്യാണം കഴിച്ചുകൊണ്ട് ഇവിടെ എന്റെ കൂടെ കഴിയണം. ആ കാലഘട്ടത്തില് എനിക്ക് ചെയ്തു തരാവുന്ന സേവനങ്ങളൊക്കെ ചെയ്തു തന്നുകൊണ്ട് എന്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തിക്കൊണ്ട് ഇവിടെ ഉണ്ടാകണം എന്നതാണ് ഷുഐബ് അലൈഹിസ്സലാം ഒരു നിബന്ധനയായിട്ട് വെക്കുന്നത്. ആ ഒരു ധാരണയിൽ എന്റെ 2 പെൺമക്കളിൽ ഒരാളെ ഞാൻ താങ്കൾക്ക് വിവാഹം ചെയ്തു തരാൻ ഉദ്ദേശിക്കുന്നു എന്നാണ് ഷുഐബ് അലൈഹിസ്സലാം പറയുന്നത്. ഫൈൻ അത്മംത അശ്റ, 10 വർഷം താങ്കൾ പൂർത്തിയായി എന്നോടൊപ്പം നിൽക്കുകയാണെങ്കിൽ ഫമിൻ ഇൻദിക്, അത് താങ്കളുടെ ഇഷ്ടം, താങ്കളുടെ തീരുമാനം. അത് ഞാൻ നിർബന്ധമായിട്ട് ചെയ്യണമെന്ന് പറയുന്നില്ല. താങ്കൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ആ കാലയളവ് 10 വർഷമാക്കുകയാണെങ്കിൽ വളരെ നല്ലത്. അത് താങ്കളുടെ ഇഷ്ടം. ഒമാ ഉരീദു അൻ അശുഖ അലൈക, താങ്കൾക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടാക്കുക എന്നത് എന്റെ ഉദ്ദേശത്തിൽ പെട്ടതല്ല. അങ്ങനെ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. 8 വർഷം നിന്ന് പിന്നീട് പോകണം എന്ന് താങ്കൾക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ അതിന് തടസ്സം നിൽക്കൂല. 10 വർഷം തന്നെ പൂർത്തിയാക്കിയേ ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ എന്നുള്ള നിലക്ക് കടുംപിടുത്തം പിടിച്ച് വാശി പിടിച്ച് താങ്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക എന്നത് എന്റെ ഉദ്ദേശത്തിൽ പെട്ടതല്ല എന്നാണ് ഷുഐബ് അലൈഹിസ്സലാം തുടർന്ന് പറയുന്നത്. എന്നിട്ട് ഇത്രയും കൂടി പറയുകയാണ്, സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാലിഹീൻ, അള്ളാഹു ഉദ്ദേശിക്കുന്നുവെങ്കിൽ താങ്കൾക്ക് എന്നെ സ്വാലിഹുകളായ ആളുകളുടെ കൂട്ടത്തില് പെടുന്നവനായിട്ട് കാണുകയും ചെയ്യാം. പറഞ്ഞതിന്റെ സൂചന വളരെ സൗഹൃദപരമായ ഒരു അന്തരീക്ഷത്തിൽ താങ്കൾക്ക് എന്നോടൊപ്പം ഇവിടെ കഴിയാൻ സാധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയുള്ള സ്വാലിഹായ ആളുകളുടെ സ്വഭാവ ഗുണങ്ങളും പ്രത്യേകതകളും താല്പര്യങ്ങളും ഒക്കെയാണ് എനിക്കും ഉള്ളത് എന്നത് നമ്മൾ ഒരുമിച്ച് കഴിയുമ്പോൾ താങ്കൾക്ക് വൈകാതെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെയാണ് ഷുഐബ് അലൈഹിസ്സലാം പറയുന്നത്. താങ്കളോട് ഗുണകാംക്ഷ കാണിക്കുന്ന, താങ്കളുടെ ക്ഷേമ ഐശ്വര്യത്തിലൊക്കെ താല്പര്യമുള്ള, താങ്കളോട് നന്മ മാത്രം താങ്കൾക്ക് ആഗ്രഹിക്കുന്ന ഒരാളായിട്ട്, അങ്ങനത്തെ ഒരു സ്വാലിഹായിട്ടുള്ള ഒരാളായി താങ്കൾക്ക് എന്നെ കാണാൻ സാധിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോ സുലൈമാൻ അലൈഹിസ്സലാം ഷുഐബ് അലൈഹിസ്സലാം മൂസ അലൈഹിസ്സലാമിനോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ സ്വന്തം നിലപാടുകളെ നല്ലതാക്കി അവതരിപ്പിക്കുന്നു എന്നൊരു കാര്യം ഇവിടെ കാണാൻ സാധിക്കും. ഷുഐബ് അലൈഹിസ്സലാമിന്റെ പ്രകൃതവും സ്വഭാവവും നിലപാടുകളും മൂസ അലൈഹിസ്സലാമിന് ഒരു പ്രയാസമാവുകയില്ല. അത് വളരെ ഗുണകാംക്ഷപരമായതായിരിക്കും, നല്ലതായിരിക്കും എന്ന ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു ചേർത്ത് പിടിക്കലിന്റെ ഒരു രീതിയാണത്. അല്ലാതെ ഞാൻ വളരെ മെച്ചപ്പെട്ട ഒരാളാണ് എന്ന് ബോധ്യപ്പെടുത്തലല്ല. മറിച്ച് പ്രവാചകന്മാരൊക്കെയും അതുപോലെ സ്വാലിഹുകളായ മനുഷ്യരൊക്കെയും പിന്തുടരേണ്ട നന്മയും സ്വഭാവപരമായ ഗുണങ്ങളും ഒക്കെ തീർച്ചയായിട്ടും ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു കാര്യമാണ് പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം. അവരൊരിക്കലും തന്നെ തങ്ങൾ നമസ്കരിക്കുന്നു, നോമ്പ് നോക്കുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങള് ഒരു എന്തെങ്കിലും വലിയ ഒരു സംഗതി ചെയ്യുന്നത് ആയിട്ട് ഉള്ള നിലക്കൊന്നും പറയില്ലല്ലോ. പ്രാഥമികമായി നിർബന്ധമായ കാര്യങ്ങള് നിർവഹിക്കുന്നു എന്നത് പറയുന്നത് അത് അവരേത് തരത്തിലുള്ള ആളുകളാണ് എന്നത് മനസ്സിലാക്കാൻ ഉപകരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ.
അതിനപ്പുറത്തേക്ക് നമ്മൾ ചെയ്യുന്ന നന്മകൾ എടുത്തു പറയുന്ന ഒരു രീതിയല്ല ഇതിനുള്ളത്. മറിച്ച് മൂസ അലൈഹി ഇസ്ലാമിന് ഷുഐബ് അലൈഹി ഇസ്ലാം നൽകിയിട്ടുള്ള ഈ വാഗ്ദാനം, ഈ വിവാഹ ഓഫർ, അത് സ്വീകരിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു പരിചയപ്പെടുത്തൽ മാത്രമേ അതാവുന്നുള്ളൂ. എന്നെ ഗുണകാംക്ഷ കാണിക്കുന്ന, നന്മ ചെയ്യുന്ന തരത്തിലുള്ള ആളുകളുടെ കൂട്ടത്തിൽ താങ്കൾക്ക് എന്നെ കാണാൻ സാധിക്കും എന്ന നിലക്കാണ് ഇവിടെ പറയുന്നത്. അപ്പോ 2-3 വിഷയങ്ങൾ ഇവിടെ കടന്നു വരുന്നുണ്ട്. ഒന്ന്, രണ്ടിലൊരു പുത്രിയെ വിവാഹം ചെയ്തു തരാൻ ഉദ്ദേശിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ചില ഖുർആൻ വ്യാഖ്യാതാക്കള് ഇത് വിവാഹ ഉടമ്പടിയുടെ തന്നെ വാക്കുകളാണ്, നിക്കാഹ് ചെയ്തു കൊടുക്കുന്ന വാക്കുകൾ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ വിശദീകരിക്കുന്നത് കാണാം. യഥാർത്ഥത്തില് അങ്ങനെ ആവാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. ഇവിടെ ഷുഐബ് അലൈഹിസ്സലാം തന്റെ ഒരു താല്പര്യം, ഒരു മകളെ വിവാഹം ചെയ്തു കൊടുക്കാൻ ഉള്ള ഒരു താല്പര്യം പ്രകടിപ്പിക്കുന്ന ആദ്യത്തെ സംഭാഷണത്തിന്റെ ആദ്യഘട്ടത്തിലുള്ള ഒരു സംസാരം മാത്രമായിരിക്കാനാണ് ഇത് സാധ്യത. കാരണം ഇവിടെ 2 പുത്രിമാരുണ്ട്, അതിൽ ഏത് പുത്രിയാണ് എന്ന് പോലും നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ കൃത്യമായി പറയാതെ ഒരു നിക്കാഹ് നിർവഹിച്ചു കൊടുക്കുക സാധ്യമല്ല. കൃത്യമായിട്ട് 2 പുത്രിമാരിൽ ഏത് പുത്രിയെ എന്നത് സ്പെസിഫിക് ആയിട്ട് പറയണം നിക്കാഹ് ആണ് എങ്കിൽ. മറിച്ച് വിവാഹം ചെയ്തു കൊടുക്കാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് നടത്തുന്ന ആദ്യ സംഭാഷണം ആയിട്ടാണ് ഇത് കാണാൻ സാധ്യതയുള്ളത്. മറ്റൊന്ന്, ഇവിടെ 8 കൊല്ലം അതല്ലെങ്കിൽ മൂസ അലൈഹി ഇസ്ലാം തൃപ്തിപ്പെടുന്നുവെങ്കിൽ 10 കൊല്ലം പൂർത്തീകരിച്ച് ഷുഐബ് അലൈഹി ഇസ്ലാമിന് സേവനങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം നിൽക്കണം എന്ന് അദ്ദേഹം പറയുന്നത്, ഇത് ഷുഐബ് അലൈഹി ഇസ്ലാമിന്റെ പുത്രിക്കുള്ള നൽകുന്ന മഹറാണോ എന്നതാണ് ഒരു വിഷയം. ചിലര് അങ്ങനെ മനസ്സിലാക്കുന്നുണ്ട്. അതും സാധ്യത വളരെ കുറവായിട്ടാണ് തോന്നുന്നത്. കാരണം ഒന്ന്, മഹർ ആരെയാണോ കല്യാണം കഴിക്കുന്നത് ആ പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ആ യുവതിക്ക് നൽകപ്പെടേണ്ട ഒരു സംഗതിയാണ്. രണ്ടാമത്തത്, ഇത് മഹറായി നിശ്ചയിച്ചുകൊണ്ടല്ല, ഇതൊരു നിബന്ധനയായിട്ട് ഒരു താല്പര്യം ഉറപ്പുവരുത്തില്ല എന്ന വിധത്തിലാണ് ഷുഐബ് അലൈഹി ഇസ്ലാം സംസാരിക്കുന്നത്. അപ്പൊ മകളെ നിക്കാഹു ചെയ്തു കൊടുക്കുകയാണ് മഹർ വാങ്ങിക്കൊണ്ട്, എങ്കിൽ പോലും നിക്കാഹിന് ശേഷം ഉടനെ തന്നെ മകളെയും കൂട്ടി മൂസ അലൈഹി ഇസ്ലാം അവിടുന്ന് പോയി കളയോ, അതല്ല കുറച്ചു കാലം താൻ വാർദ്ധക്യത്തിലാണ് എന്ന കാര്യം പരിഗണിച്ചുകൊണ്ട് തന്റെയും കുടുംബത്തിന്റെയും ഉത്തരവാദിത്തങ്ങളൊക്കെ നോക്കി നിർവഹിച്ചുകൊണ്ട് ഒരു 8-10 കൊല്ലം തന്നോടൊപ്പം ഉണ്ടാവണം എന്നൊരാഗ്രഹം പ്രകടിപ്പിക്കുകയാണ് ഇവിടെ. അതൊരു നിബന്ധനയായി വെക്കുന്നത് ഷുഐബ് അലൈഹി ഇസ്ലാമിന്റെ ആ ഘട്ടത്തിലെ ചില ദൗർബല്യങ്ങൾ കാരണമായിട്ടാണ്. അദ്ദേഹം പ്രായാധിക്യത്തിലുള്ള ആളാണ്, യുവതികളായ മക്കളാണ് കൂടെ ഉള്ളത്, ആണുങ്ങളെ ആശ്രയിക്കാവുന്നവരായിട്ട് വേറെ ഇല്ല. അതുകൊണ്ട് ഈ യുവതികളായ മക്കളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ, തന്റെ വാർദ്ധക്യകാലത്ത് തനിക്കൊരു ആശ്രയമാകാൻ ഒക്കെ ആയിട്ട്, അങ്ങനെ അതിനു കൂടി പറ്റുന്ന ഒരു മരുമകനെയാണ് കിട്ടുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഷുഐബ് അലൈഹി ഇസ്ലാം മൂസ അലൈഹി ഇസ്ലാമിനോട് അന്വേഷിക്കുകയാണത്. ഇങ്ങനെ ഒരു നിബന്ധന വെച്ചുകൊണ്ട് ഞാൻ മകളെ കല്യാണം ചെയ്തു തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. മൂസ അലൈഹി ഇസ്ലാം അത് സന്തോഷപൂർവ്വം സ്വീകരിച്ചത് കാരണമായി പിന്നെ തുടർന്ന് മെഹറൊക്കെ നിശ്ചയിച്ചുകൊണ്ട് നിക്കാഹ് വേറെ നടന്നിട്ടുണ്ടാവും. നിക്കാഹിന്റെ വാക്കുകളുമല്ല, അതുപോലെ മെഹർ സംബന്ധമായിട്ടുള്ള ഒരു പരാമർശവുമല്ല ഇവിടെ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇത് നിക്കാഹിന്റെ തന്നെ വാക്കുകളാണ്. ഇവിടെ ഈ 8 വർഷത്തെ സേവനം അല്ലെങ്കിൽ 10 വർഷത്തെ സേവനം മെഹറായിട്ടാണ് നിർവഹിക്കുന്നത് എന്നൊക്കെയുള്ള വിധത്തില് അതിനെ വായിക്കേണ്ടത് ഇല്ല എന്നാണ് പല മുഫസ്സിറുകളും ചൂണ്ടിക്കാണിക്കുന്നത്. അതില് ആ നിലപാടും ആ വിശദീകരണത്തിനും ഒരു സാങ്കത്യമുണ്ട് എന്നാണ് ഞാനും മനസ്സിലാക്കുന്നത്. കാരണം ഷുഐബ് അലൈഹി ഇസ്ലാം അത് ഒരു
വിവാഹത്തിനുള്ള യുവതിക്ക് നൽകുന്ന പാരിതോഷികം എന്നുള്ള നിലക്കല്ല ഇവിടെ ഈ 10 വർഷത്തോളം വരുന്ന സേവനത്തെ സൂചിപ്പിച്ചിട്ടുള്ളത്. മറിച്ച് ഷുഐബ് അലൈഹിസ്സലാമിന്റെ വ്യക്തിപരമായ ചില താല്പര്യങ്ങള് അതിനോട് യോജിക്കുന്ന തരം ആളുകളെ കണ്ടെത്താനായിരിക്കും അദ്ദേഹം ആഗ്രഹിച്ചിട്ടുണ്ടാവുക. ഒരു മരുമകനെ കണ്ടെത്തുകയാണെങ്കിൽ ഒരു 8-10 കൊല്ലെങ്കിലും എന്റെ കൂടെ ഇവിടെ ഉണ്ടാവണം എന്നത് അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹമാണ്. ആ നിലക്കാണ് അദ്ദേഹം അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളത് എന്നാണ് ഈ ആയത്തുകളെ സൂചനയായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. മാത്രമല്ല അത് ദീർഘകാലം ബുദ്ധിമുട്ടിക്കുക എന്നുള്ള ഉദ്ദേശമില്ല. ഒരു 5-8 കൊല്ലത്തിന്റെ ഉള്ളിൽ രണ്ടാമത്തെ മകളുടെയും കല്യാണമൊക്കെ നടക്കും. അപ്പോ സ്വാഭാവികമായിട്ടും മറ്റൊരു സംവിധാനമൊക്കെ ആയി വന്നെന്ന് വരും. അപ്പോ അപ്പോഴേക്ക് മൂസ അലൈഹി ഇസ്ലാമിന് ഒരു കുടുംബമൊക്കെ ആയിട്ട് മക്കളൊക്കെ ആയി ഒരുമിച്ച് മറ്റൊരു യൂണിറ്റ് ആയിട്ട് പിരിയാനൊക്കെ സമയമായിട്ടുണ്ടാവും എന്നൊക്കെയുള്ള കണക്കുകൂട്ടലുകൾ ഒരു പക്ഷെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നിരിക്കും. അപ്പോ ഈ കാര്യം മൂസ അലൈഹി ഇസ്ലാമിന്റെ മുന്നിൽ അവതരിപ്പിച്ചതോടുകൂടി മൂസ അലൈഹി ഇസ്ലാം നൽകുന്ന പ്രതികരണമാണ് തുടർന്നുള്ള ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഖാല ദാലിക ബൈനി വ ബൈനക്. ഇക്കാര്യങ്ങൾ ഇവിടെ നിങ്ങൾ സൂചിപ്പിച്ച കാര്യങ്ങൾ എനിക്കും നിങ്ങൾക്കും ഇടയിൽ ഒരു ധാരണയായിരിക്കുകയാണ്, ഒരു തീരുമാനമായിരിക്കുകയാണ്. നമുക്കിടയിൽ അത് ഉറപ്പിച്ചു കഴിഞ്ഞു. താങ്കളുടെ മകളെ ഞാൻ പത്നിയായിട്ട് സ്വീകരിക്കാം. 8 മുതൽ 10 വരെ വർഷങ്ങള് താങ്കൾക്കുള്ള സേവനങ്ങൾ ചെയ്തുകൊണ്ട് ഞാനിവിടെ താങ്കളോടൊപ്പം തങ്ങുകയും ചെയ്യാം. ഈ കാര്യത്തില് എനിക്ക് യോജിപ്പാണുള്ളത്. നിങ്ങൾക്കും എനിക്കും ഇടയിൽ ഇക്കാര്യത്തിൽ ഒരു ഇത്തിഫാഖ് ആയിരിക്കുന്നു. ഖാല ദാലിക ബൈനി വ ബൈനക്. എനിക്കും നിങ്ങൾക്കും ഇടയിലുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു നിശ്ചയമായിട്ട് ഇത് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. അയ്യമൽ അജലൈനി ഖളൈതു. ഞാന് ഏത് കാലയളവാണ് ഇവിടെ ചെലവഴിക്കുന്നതെങ്കിലും അത് 8 വർഷമാവാം, അതല്ലെങ്കിൽ 10 വർഷമാകാം. ഈ 2 കാലയളവുകളിൽ ഏത് കാലയളവാണ് ഞാൻ ഇവിടെ ചെലവഴിക്കുന്നതെങ്കിലും ഫലാ ഉദ്വാന അലയ്യ. അതിന്റെ പേരില് എന്നോട് ശത്രുതയും വെറുപ്പും അല്ലെങ്കിൽ അനിഷ്ടമൊന്നും ഉണ്ടാവരുത്. ഫലാ ഉദ്വാന അലയ്യ. എന്നോട് ഉദ്വാൻ അദാവത്ത് ഒന്നും കാണിക്കരുത്. അതിന്റെ പേരിൽ എനിക്ക് 8 വർഷമാണ് സാധിക്കുന്നതെങ്കിൽ ഞാൻ 8 വർഷം തങ്ങും. 8 വർഷം അല്ല 10 വർഷം തന്നെ തങ്ങാൻ സാധിക്കുന്നുവെങ്കിൽ ഞാൻ 10 വർഷം തന്നെ തങ്ങിയെന്നും വരും. അത് പക്ഷെ അത് ഞാൻ 8 ചുരുക്കി എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ പേരിൽ എന്നോട് വെറുപ്പോ അല്ലെങ്കിൽ ശത്രുതയോ ഒന്നും കാണരുത് എന്നാണ് മൂസ അലൈഹി ഇസ്ലാം പറയുന്നത്. വല്ലാഹു അലാ മാ നഖൂലു വക്കീൽ. നാം ഇപ്പോ പറഞ്ഞ് തീരുമാനത്തിലാവുന്ന കാര്യത്തില് അള്ളാഹു വരമേൽപ്പിക്കപ്പെടുന്നവനാണ്. അള്ളാഹുവാണ് സാക്ഷി. അള്ളാഹുവിനെയാണ് നമ്മളത് വരമേൽപ്പിക്കുകയും ചെയ്യുന്നത്. നമുക്കിടയിലുള്ള ഒരു ധാരണയാണിത്. താങ്കളുടെ മകളെ എനിക്ക് വിവാഹം ചെയ്തു തരാമെന്ന് താങ്കൾ സൂചിപ്പിക്കുന്നു. ഞാന് 8-10 വർഷങ്ങൾ താങ്കളുടെ സേവനത്തിനായിട്ട് ഇവിടെ ഉണ്ടാവുകയും വേണം എന്നതാണ് ഒരു നിബന്ധന. അത് നമുക്കിടയിൽ തീരുമാനമായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ഇവിടെ തങ്ങാമെന്ന് പറഞ്ഞ കാലയളവില് 8 വർഷമാവുന്നോ അതോ 10 വർഷമാവുന്നോ എന്ന കാര്യത്തില് അതില് എന്ത് തന്നെ ഞാൻ തീരുമാനിക്കുകയാണെങ്കിലും അതിന്റെ പേരിൽ എന്നോട് വിരോധമൊന്നും ഉണ്ടാവരുത് എന്നാണ് മൂസ അലൈഹി ഇസ്ലാം പറയുകയുണ്ടായത്. അപ്പോ എന്നിട്ട് വല്ലാഹു അലാ മാ നഖൂലു വക്കീൽ. നമ്മളിപ്പോ പറഞ്ഞ് തീരുമാനമാകുന്ന ഈ വിഷയങ്ങളുണ്ടല്ലോ, നമുക്കിടയിൽ ഒരു ധാരണയായിക്കൊണ്ടിരിക്കുന്ന, നമ്മൾ സംസാരിച്ചുറപ്പിക്കുന്ന ഈ കാര്യങ്ങളിൽ അള്ളാഹുവാണ് നമ്മുടെ വക്കീൽ. കാര്യങ്ങള് ചുമതല ഏൽപ്പിക്കാനും അതിന് സാക്ഷിയാകാനും ഒക്കെ ആയിട്ട് നമ്മൾ അള്ളാഹുവിനെയാണ് കാണുന്നത് എന്നാണ് ഇവിടെ മൂസ അലൈഹി ഇസ്ലാം പറയുന്നത്. വക്കീലായിട്ട്, എല്ലാം പരമേൽപ്പിക്കുന്നവനായിട്ട്. ഇക്കാര്യത്തിൽ അതിന്റെ ഇപ്പോ താങ്കള് എനിക്ക് വിവാഹം ചെയ്തു തരുന്നത് സംബന്ധമായ സംഗതികളില് താങ്കൾക്ക്
എല്ലാം പരമേൽപ്പിക്കാനുള്ളത് അള്ളാഹുവിനെയാണ്. താങ്കളോട് ചെയ്യുന്ന ഉടമ്പടികള് അല്ലെങ്കിൽ അതിന്റെ കരാർ വ്യവസ്ഥകള് പാലിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കുമ്പോഴും അക്കാര്യത്തില് ഞാൻ അള്ളാഹുവിനെയാണ് പരമേൽപ്പിക്കുന്നത്. കാരണം അള്ളാഹുവിന്റെ സഹായമില്ലെങ്കിൽ എനിക്കത് പൂർത്തീകരിക്കാനും പാലിക്കാനും ഒന്നും സാധിച്ചോളണം എന്നില്ല. അതുകൊണ്ട് താങ്കളുടെ ഭാഗത്ത് അത് കാര്യങ്ങള് സുഗമമായിട്ട് സാധിക്കുന്നതിന് വേണ്ടി താങ്കൾ അള്ളാഹുവിൽ പരമേൽപ്പിക്കുക. എന്റെ ഭാഗത്ത് അത് നിറവേറ്റുന്നതിന് സഹായം ചെയ്തു തരാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ അള്ളാഹുവിലാണ് പരമേൽപ്പിക്കുന്നത് എന്നാണ് ആ ഘട്ടത്തില് മൂസ അലൈഹിസ്സലാം ഷുഐബ് അലൈഹിസ്സലാമിനോട് പറയുന്നത്. അപ്പൊ ഈ ആയത്തുകള് പല ആംഗിളിൽ നിന്നുകൊണ്ടും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഞാൻ സൂചിപ്പിച്ചല്ലോ, അത് നിക്കാഹിന്റെ വാക്കുകൾ തന്നെയാണോ, ഇത് നിശ്ചയിക്കപ്പെട്ടത് മഹറാണോ എന്നതൊക്കെ. അത് ഞാൻ സൂചിപ്പിച്ച പ്രകാരം തന്നെ ഒരു വിവാഹ താല്പര്യം ആരായുന്ന ഒരു സംഭാഷണം മാത്രമേ ആകുന്നുള്ളൂ. വിവാഹ ഉടമ്പടിയുടെ വാചകങ്ങൾ പിന്നീട് നിർവഹിക്കപ്പെട്ട് കാണണം. അതുപോലെ മെഹറും മൂസ അലൈഹി ഇസ്ലാം സ്വന്തം നിലക്ക് അദ്ദേഹം വിവാഹം ചെയ്ത് സ്വീകരിക്കുന്ന ഷുഐബ് അലൈഹി ഇസ്ലാമിന്റെ പുത്രിക്ക് ഒരു വിവാഹ സമ്മാനം വേറെ നൽകിയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി അതല്ലെങ്കിൽ വാപ്പായോട് ചെയ്ത ഈ ഉടമ്പടി തന്നെ എനിക്ക് വിവാഹ സമ്മാനമായിട്ട് മഹറായിട്ട് ധാരാളം മതി എന്ന് ഷുഐബ് അലൈഹി ഇസ്ലാമിന്റെ പുത്രി അദ്ദേഹത്തിന് വിവാഹം ചെയ്ത് നൽകപ്പെട്ട ഘട്ടത്തില് പറയുന്നുവെങ്കിൽ, അങ്ങനെ പരസ്പരം ധാരണയില് അത് അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്നുവെങ്കിൽ അത് തന്നെ മഹറായിട്ട് ഫലപ്രദമാവുകയും ചെയ്യും. പക്ഷെ ഇവിടെ നടന്ന സംഭാഷണത്തില് അത് മഹറാണ് എന്നത് വ്യക്തമാകുന്ന സൂചനയില്ല എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. ഈ വിഷയത്തില് നമ്മൾ ഇരുവരും അള്ളാഹുവിലാണ് കാര്യങ്ങൾ പരമേൽപ്പിക്കുന്നത് എന്നുകൂടിയാണ് ഇവിടെ സംസാരം അവസാനിക്കുന്നതിന് മുമ്പായിട്ട് മൂസ അലൈഹി ഇസ്ലാം പറയുന്നത്. അപ്പോ പല ഘട്ടങ്ങളിലായി നടന്ന സംഭാഷണം അല്ലെങ്കിൽ ഘട്ടം ഘട്ടമായി പുരോഗതിപ്പെട്ടുകൊണ്ട് ഈ അവസാന അതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിയിരിക്കുന്ന ഒരു സംഗതിയാണ് ഇവിടെ പറയുന്നത് എന്നതാണ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം. അതുപോലെ മകളുടെ അഭിപ്രായം കേട്ട ഉടനെ തന്നെ മൂസ അലൈഹി ഇസ്ലാമിന്റെ കൈ പിടിച്ച് അങ്ങ് നിക്കാഹ് ചെയ്തു കൊടുത്തു എന്നൊന്നും നമ്മൾ സങ്കല്പിക്കേണ്ടതില്ല. അത് ഷുഐബ് അലൈഹി ഇസ്ലാമിന് തീരുമാനങ്ങൾ എടുക്കാൻ ഒരു പ്രേരണയായി എന്ന നിലക്ക് മാത്രമേ കാണേണ്ടതുള്ളൂ. അതുപോലെ ഈ സംഭവങ്ങള് തൽമൂദില് വ്യത്യസ്തമായ രീതിയിൽ വിവരിക്കപ്പെടുന്ന കാണാൻ സാധിക്കും. പ്രവാചകന്മാരെ കുറിച്ച് പല തെറ്റിദ്ധാരണകളും ഈ ഇത്തരം യഹൂദ സ്രോതസ്സുകളിൽ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് എന്നത് കാണുമ്പോൾ ഒരു ഓറിയന്റലിസ്റ്റുകളുടെ ആക്ഷേപം ഉണ്ടല്ലോ ഖുർആനെ കുറിച്ച്. അത് ബൈബിളിനെയും യഹൂദർക്കിടയിൽ പ്രചാരത്തിലുള്ള തൽമൂദ് പോലെയുള്ള ഗ്രന്ഥങ്ങളെയും പകർത്തി എഴുതിയതാണ് ഖുർആൻ എന്ന വിധത്തിലുള്ള ആക്ഷേപം. അതൊക്കെ എത്ര ബാലിശമാണ് എന്നത് ബോധ്യപ്പെടുന്ന ചില കാര്യങ്ങളാണ് തൽമൂദില് മൂസ അലൈഹി ഇസ്ലാമിനെ കുറിച്ചും ഷുഐബ് അലൈഹി ഇസ്ലാമിനെ കുറിച്ചും ഒക്കെ പറയുന്നത്. മൂസ അലൈഹി ഇസ്ലാം റമുവേൽ എന്നാണ് ഷുഐബ് അലൈഹി ഇസ്ലാമിനെ കുറിച്ച് അവിടെ പരാമർശിക്കപ്പെടുന്നത്. അപ്പൊ റമുവേലിന്റെ അടുക്കല് താമസം തുടങ്ങി. ആതിഥേയന്റെ പുത്രി സഫോറ എന്നു പേരുള്ള യുവതിയെ അദ്ദേഹം മമതയോടെ വീക്ഷിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞ ഒരു പ്രണയ ബന്ധത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം അവരുണ്ടാക്കി. ഒടുവില് മൂസ അലൈഹി ഇസ്ലാം സഫോറയെ വിവാഹം ചെയ്തു എന്നതാണ് തൽമൂദിലുള്ള ഒരു പരാമർശം. മറ്റൊരു കഥയില് പറയുന്നത് മൂസ അലൈഹി ഇസ്ലാം ഷുഐബ് അലൈഹി ഇസ്ലാമിന്റെ അടുക്കലെത്തിയതോടെ ഷുഐബ് അലൈഹി ഇസ്ലാം ഒരല്പം വക്രത കാണിക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് വ്യക്തിപരമായി ഫിറൗനുമായിട്ട് ബന്ധമുണ്ടായിരുന്നതാണല്ലോ. അപ്പൊ ഫിറൗന്റെ അന്തകനായിട്ട് രംഗപ്രവേശം ചെയ്യും എന്ന് അവര് വിശ്വസിച്ചിരുന്ന ആള് തന്റെ അടുക്കൽ എത്തിയിട്ടുണ്ട്
എന്ന് പറഞ്ഞുകൊണ്ട് ഷുഐബ് അലൈഹിസ്സലാം മൂസ അലൈഹിസ്സലാമിനെ തന്റെ അടുക്കല് തടവിലാക്കുകയും അങ്ങനെ കുറച്ച് വർഷങ്ങൾ തന്നെ അവിടെ തടവിലാക്കിയിട്ട് അദ്ദേഹത്തെ ഫിറോവിന്റെ അടുക്കലേക്ക് ഫിറോവിനെ വിവരങ്ങൾ അറിയിച്ച് അയാൾക്ക് വിട്ടുകൊടുക്കുകയും ചെയ്യുക എന്ന ഒരു ഗൂഢ പദ്ധതി ആവിഷ്കരിച്ചു. അങ്ങനെ ഷുഐബ് അലൈഹി ഇസ്ലാം ഫിറോവിന്റെ അടുക്കൽ നിന്ന് വലിയ പാരിതോഷികങ്ങൾ നേടുകയും അദ്ദേഹവുമായി ബന്ധം ഊഷ്മളമാക്കുകയൊക്കെ ചെയ്തു എന്നതാണ് മറ്റൊരു കഥയിൽ ഈ തൽമൂദ് പറയുന്നത്. അപ്പോ തൽമൂദിലെ തന്നെ വിവരണം പ്രകാരം 8-10 വർഷങ്ങള് അദ്ദേഹം അവിടെ തടവിലാക്കപ്പെട്ടു. ആ ഘട്ടങ്ങളില് മൂസ അലൈഹി ഇസ്ലാമിന് അന്നപാനീയങ്ങളൊന്നും നൽകാൻ ഷുഐബ് അലൈഹി ഇസ്ലാം യാതൊരു സംവിധാനവും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ പുത്രി സഫോറയാണ് മൂസ അലൈഹി ഇസ്ലാമിനോട് അനുകമ്പ തോന്നിയിട്ട് അദ്ദേഹത്തിന് അന്നപാനീയങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുകയുണ്ടായത്. അങ്ങനെ 8-10 കൊല്ലം അങ്ങനെയുള്ള സഹായങ്ങളൊക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയി. അതിനിടക്ക് അവര് പ്രണയത്തിലാവുകയും ഒരുമിച്ച് അവര് വിവാഹിതരാകാൻ തീരുമാനമെടുക്കുകയും ചെയ്തു. ആ ഒരു ഘട്ടത്തിലാണ് സഫോറ വാപ്പായുടെ അടുക്കൽ വന്ന് പറയുന്നത്, നിങ്ങൾ ഒരാളെ പിടിച്ച് തടവിലിട്ടിട്ടുണ്ടായിരുന്നല്ലോ, അയാൾക്ക് വെള്ളവും ഭക്ഷണവും ഒന്നും കൊടുക്കാറുണ്ടായിരുന്നില്ലല്ലോ, അയാൾ മരിച്ചു പോയിട്ടുണ്ടാവും, അയാളെ നിങ്ങൾ തടവറ തുറന്നൊന്ന് പോയിട്ട് പരിശോധിച്ച് നോക്കണം, അയാൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അസാധാരണമായ എന്തോ ദൈവിക സഹായം കിട്ടിക്കൊണ്ടിരുന്ന ഒരാളായിരിക്കണം അയാള് എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാൻ പറ്റുള്ളൂ. കാരണം ഇത്രയും ദീർഘമായ ഒരു കാലം ജയിലിൽ അടയ്ക്കപ്പെട്ടിട്ട് അയാൾ ജീവിച്ചിരിക്കുകയാണ് എങ്കിൽ അദ്ദേഹം ദൈവികമായ ചില സഹായങ്ങൾ നേരത്തെ മറിയം റളിയല്ലാഹു അൻഹാക്ക് മിഹ്റാബിൽ കിട്ടിയിരുന്നത് പോലെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ നൽകപ്പെട്ടുകൊണ്ടിരുന്ന ഒരു ദൈവികമായ പിന്തുണ ലഭിക്കുന്ന ഒരാളായിട്ട് വേണം അദ്ദേഹത്തെ മനസ്സിലാക്കാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് സഫോറ വാപ്പായോട് കാര്യങ്ങൾ പറയുന്നത്. അങ്ങനെ തടവിലാക്കപ്പെട്ട് 8-9 വർഷം കഴിഞ്ഞ ഘട്ടത്തില് ഈ ഷുഐബ് അലൈഹിസ്സലാം തടവറ പോയി പരിശോധിക്കുകയും അയാള് ജീവിച്ചിരിപ്പുള്ളതായി കാണുകയൊക്കെ ചെയ്തു. അതിനെ തുടർന്നാണ് അദ്ദേഹം ഈ സഫോറ എന്ന പേരുണ്ടായിരുന്ന പുത്രിയെ മൂസ അലൈഹി ഇസ്ലാമിന് വിവാഹം ചെയ്തു കൊടുക്കുന്നത് എന്നാണ് മറ്റൊരു കഥയില് ഈ തൽമൂദിൽ വിവരിക്കപ്പെടുന്നത്. അപ്പോ പരസ്പരം യോജിപ്പില്ലാത്ത ഖുർആനോടൊട്ടും യോജിക്കാത്ത പല കഥകളും പ്രവാചകന്മാരെ കുറിച്ച് അവരുടെ വ്യക്തിത്വത്തെ ഇടിച്ചു താഴ്ത്തുന്ന വിധത്തിലുള്ള പല സംഭവങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ തൽമൂദിലും അതുപോലെ യഹൂദ ക്രൈസ്തവ സ്രോതസ്സുകളിലൊക്കെ കാണാൻ സാധിക്കും. ഇത് ഇസ്രായേലിയര് അല്ലെങ്കിൽ പടിഞ്ഞാറൻ രാജ്യങ്ങളിലെ ഓറിയന്റലിസ്റ്റ് പണ്ഡിതന്മാരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആശയങ്ങളെ തന്നെ ഖണ്ഡിക്കുന്ന സംഭവങ്ങളാണ്. ബൈബിളിൽ നിന്നോ അല്ലെങ്കിൽ യഹൂദ സ്രോതസ്സുകളിൽ നിന്നൊക്കെ പകർത്തി ഉണ്ടാക്കിയതാണ് ഖുർആൻ എങ്കിൽ ഈ വിധത്തില് ഖുർആൻ അതിന്റെ വിവരണങ്ങളിൽ അവയിൽ നിന്ന് വ്യത്യാസപ്പെടുകയില്ല എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം. അപ്പോ കാര്യങ്ങള് ഈ ആയത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഉദ്ദേശിച്ച സംഗതികളാണ് ഞാനിപ്പോ നിങ്ങളുമായി പങ്കുവച്ചിട്ടുള്ളത്. സൂറത്തുൽ ഖസസിലെ 26 മുതൽ 28 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ പഠന വിധേയമാക്കിയുണ്ടായത്. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.